സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളിലെ സ്പീച്ച് തെറപ്പി എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴാണ് ഈ കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പം സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളെ നമുക്കറിയാം, അവരുടെ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാവും അവർക്ക്. അതായത് കഴുത്തുറയ്ക്കാനും അതുപോലെ തന്നെ ഈ സിറ്റിംഗ് പൊസിഷനും അതുപോലെ അങ്ങനെയുള്ള നടക്കാനും ഒക്കെ എല്ലാത്തിനും ഡിലേ കാണിക്കും. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറയുന്നത് അവരുടെ സംസാരത്തെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡിലേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതായത് തലയുറയ്ക്കാനായിട്ട് സമയമെടുത്ത് സാധാരണ ഒരു 3 മാസത്തിലൊക്കെയാണ് കുട്ടികളുടെ തലയുറയ്ക്കുക. ഹെഡ് കൺട്രോൾ വരുന്നത് ഒരു 3 മാസത്തിലൊക്കെയാണ്. സിറ്റിംഗ് ഒരു 6 മാസം, 5 മുതൽ 6 മാസത്തോടുകൂടി കുട്ടി ഇരിക്കാൻ തുടങ്ങും. പിന്നെ 1 വയസ്സിൽ നമുക്കറിയാം കുഞ്ഞ് നടക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഡിലേ വരുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ എല്ലാ ഓവറോൾ ഡെവലപ്മെൻറ്റിൽ കുഞ്ഞിന് ഡിലേ വരും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് 1 വയസ്സിലാണ് കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. ഒരു കുഞ്ഞിൻ്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു നല്ല വീഡിയോ തന്നെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. ഓറോമോട്ടർ ഫങ്ഷൻസാണ് മെയിൻലി നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അതായത് ഓറോമോട്ടർ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി ലിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ്, അതുപോലെ ടങ്ങിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ്സും, അപ്വേർഡ് ആൻഡ് ഫോർവേഡും, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, അങ്ങനെയൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഡ്രൂളിങ് ഉണ്ടായിരിക്കും. അതായത് ലിപ്പിൻ്റെ മൂവ്മെൻറ്റ്സും ലിപ്പിൻ്റെ ഈ കൺട്രോളൊക്കെ സ്ട്രെങ്തനിങ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ഡ്രൂളിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്ലോയിങ് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇൻട്രാ ഓറൽ പ്രഷർ വളരെ കുറവായിരിക്കും. പിന്നെ ഇവരുടെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും ചില കുട്ടികൾ. അതായത് പോസ്ചർ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ബ്രീത്തിങ് ബുദ്ധിമുട്ടുണ്ടാവും. അതും സംസാരത്തെ വളരെ കാര്യമായി തന്നെ ബാധിക്കും. അപ്പം ഇതൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഒരു സ്പീച്ച് തെറപ്പി തന്നെ ഇവർക്ക് കൊടുക്കണം. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള തെറപ്പി കൊടുത്താൽ മാത്രമേ ഇവരിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ. സെറിബ്രൽ പാൾസിയുള്ള കുട്ടികൾക്ക് കണ്ടിന്യൂസ് തെറപ്പി കൊടുത്ത് അവർ നോർമൽ ആവുക തന്നെ